അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദന തോന്നി രണ്ട് മരണവാർത്ത കേട്ടപ്പോൾ. അതിലൊന്ന് ഒരു ബിരുദധാരിയായ മുഹമ്മദ് ജാസിൽ സുഹരി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതനാണ് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. കുന്നമംഗലം 10-ാം മൈലിൽ വെച്ച് ഇന്നലുണ്ടായ ബൈക്കും KSRTCയുമായിട്ട് ഉണ്ടായ അപകടത്തിൽ മുഹമ്മദ് ജാസിലും ഷഹബാസ് അഹമ്മദ് എന്ന ആ പണ്ഡിതനും വളരെ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുകയും അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നിതാ പുറത്തു വരുന്ന വാർത്ത, ജാസിൽ സുഹരി എന്ന ആ മതപണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു. ഗുരുതരാവസ്ഥയിൽ ഇന്നും മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് ഷഹബാസ് അഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതൻ. വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ഇരുവരും ഇന്നലെ CM മടവൂർ ഉറൂസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനിരുന്ന യുവ പണ്ഡിതന്മാരായിരുന്നു. 23 വയസ്സ് മാത്രമാണ് അവരുടെ പ്രായമെന്നോർക്കണം നിങ്ങൾ. ഒരുപാട് കാലം ജീവിക്കേണ്ടിയിരുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള രണ്ട് യുവ പണ്ഡിതന്മാർ. ഷഹബാസ് എന്ന് പറയുന്ന ആ യുവ പണ്ഡിതൻ ചിലപ്പോൾ ജാസിൽ സുഹരി മരണപ്പെട്ട വിവരം ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. കാരണം ഗുരുതരമായിട്ട് ഇപ്പോഴും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു പരിപൂർണ ശിഫ അള്ളാഹു ആ ഒരു സഹോദരന് കൊടുക്കുമാറാകട്ടെ. ഈ ജാസിൽ എന്ന ആ ഒരു മതപണ്ഡിതൻ്റെ മരണവാർത്ത താങ്ങാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു കുടുംബത്തിന് പരിപൂർണ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. 23 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറുപ്രായത്തിൽ നിന്ന് ദറസിലേക്കും കോളേജിലേക്കും പറഞ്ഞയച്ചിട്ട് ബിരുദമെടുത്ത് ഇറങ്ങിയ ഈ ഒരു സമയമാണ്. കല്യാണം പോലും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ രണ്ട് സഹോദരങ്ങളുടെയും. കുടുംബത്തിനൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിട്ടുള്ള രണ്ട് മക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ജാസിൽ സുഹരിക്ക് അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. വളരെ ഖേദകരമെന്ന് പറയട്ടെ, കേൾക്കാൻ കഴിഞ്ഞൊരു വാർത്തയുണ്ട്. 5 പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയ അസ്മ എന്ന് പറയുന്ന ഒരു സഹോദരി. ആ സഹോദരി തൻ്റെ ഇപ്പോൾ പ്രസവിച്ച ആ ഒരു പ്രസവത്തിൽ ബ്ലീഡിങ് കാരണം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇവരുടെ ഭർത്താവ് ആരെയും അറിയിക്കാതെ പെരുമ്പാവൂരുള്ള ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇവരുടെ സംസ്കരണം, കബറടക്കം, മറ്റു കാര്യങ്ങളൊക്കെ നടത്താനായിരുന്നു പ്ലാന്. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ഈ വിഷയം അറിയുകയും പെരുമ്പാവൂരുള്ള പോലീസിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ആ ഒരു സഹോദരിയുടെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നത്രേ. വളരെ വേദനാജനകമാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള ഒരു പ്രസവം തന്നെയാണ്. കാരണം പൊതുവെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പലരും അനുഭവിച്ചിട്ടുണ്ടാകും വീട്ടിൽ വെച്ചിട്ടുള്ള പ്രസവം. ആ ഒരു പ്രസവം എന്ന് പറയുന്നത് ഏത് നിമിഷവും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ കുട്ടിയോ അല്ലെങ്കിൽ മാതാവോ മരണത്തിന് കീഴടങ്ങാം എന്നുള്ളതാണ്. കാരണം പല ആളുകളുടെയും ശരീരപ്രകൃതി വേറെയാണ്. ചില ആളുകളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കാരണം മരണം ചിലപ്പോൾ ഏത് വഴിയിലൂടെയാണ് കടന്നു വരിക എന്ന് പറയാൻ കഴിയൂല. പ്രത്യേകിച്ച് വീട്ടിലുള്ള ആ ഒരു പ്രസവമാണെങ്കിൽ അത് വൈദ്യസഹായത്തോടു കൂടെയാണെങ്കിൽ ചിലപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയും. 5 പ്രസവവും വീട്ടിൽ നിന്ന് നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാശുപത്രിയിലേക്കും പറഞ്ഞയക്കാതെ അവരുടെ ഭർത്താവ് 6ാമത്തെ പ്രസവവും വീട്ടിൽ വെച്ച് തന്നെ നടത്തുകയാണ്. പക്ഷേ രക്തസ്രാവം കൂടുകയും അതിലൂടെ ഈ ഒരു സഹോദരി
മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. ചോര പൈതലാണ്. ആ കുട്ടിക്കിപ്പോൾ വലിയ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല എന്നറിയാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ഉമ്മാനെ കാണാതെ, ആ ഉമ്മയുടെ മുലപ്പാലൊന്ന് കുടിക്കാൻ കഴിയാതെ ആ കുട്ടിയുടെ ഈ ഒരു പിഞ്ച് ബാല്യം മാറി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ പല ആളുകളും ഇന്നും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ തന്നെ പ്രസവിക്കണം. അതിനവർ പറയുന്നത് പല ഹോസ്പിറ്റലുകളിലും പല രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഈ പ്രസവം സിസേറിയന് എന്നുള്ളത് സുഖപ്രസവത്തിന് സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ നിരത്തും. ഈ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കണം അല്ലെങ്കിൽ പ്രസവിപ്പിക്കണം എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകൾ. ഒരിക്കലും തന്നെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ഭാര്യയുടെയും കുട്ടിയുടെയും ജീവൻ എന്ന് പറയുന്നത് നിസാരമാക്കപ്പെട്ട ഒരു കാര്യമല്ല. ഈ ഒരു ഭർത്താവ് അക്യുപഞ്ചറിൻ്റെ എന്തോ ഒരു ചികിത്സ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ആ ഒരു സഹോദരിയുടെ പ്രസവത്തിൻ്റെ ചികിത്സ കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത് അദ്ദേഹം തന്നെയാണ് അത് വഹിച്ചിരുന്നത് എന്ന് സാരം. നിങ്ങൾ ആലോചിക്കണം, 5 പ്രസവവും നല്ല രൂപത്തിൽ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 6ാമതും അങ്ങനെ ആക്കിയപ്പോൾ അവിടെ നഷ്ടം സംഭവിച്ചത് ഈ മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചതാണ്. ഈ അസ്മയുടെ വീട്ടുകാർ ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. കാരണം അവരൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടത്രേ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക എന്നുള്ള വിഷയം. പക്ഷേ അതിനെ ഒന്നും ഉൾക്കൊള്ളാതെ വീട്ടിൽ തന്നെ മതി പ്രസവം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വീട്ടിൽ വെച്ച് പ്രസവിച്ചു. അവസാനം ആ ഒരു സഹോദരി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രസവാർദ്ധമുള്ള മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി ഷഹീദിൻ്റെ കൂലി അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ ഇനിയെങ്കിലും നമ്മളൊന്ന് ഉണരണം. പല ആളുകളും ഇപ്പോഴും ഇതേ പ്രവണത വെച്ച് പുലർത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ അക്യുപഞ്ചർ അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കണ്ട, വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്ന പല ആളുകളും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്ത് എന്ന് പറയുന്നത് മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വൈദ്യശാസ്ത്രം വളർന്നു പുരോഗമിച്ച് നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും മരണം സംഭവിച്ചാൽ അതും പ്രസവത്തിൻ്റെ ഇടയിലുള്ള മരണമല്ലേ, അതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ടുള്ള പ്രസവമല്ലേ എന്നൊക്കെ ചില ആളുകൾ ന്യായം പറയുമെങ്കിലും അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളുടെയും ശരീരപ്രകൃതി വേറെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിത രീതി തന്നെ മാറിയിട്ടുണ്ട്. ചില ആളുകൾ ഫാസ്റ്റ് ഫുഡ് അതേപോലെ തന്നെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ പണ്ട് കാലത്തുള്ള ആളുകളുടെ ശാരീരിക രീതി പോലെയല്ല ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ രീതികളും ഘടനയുമൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പോലീസിന് മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ചിലപ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയും. അസ്മയുടെ വീട്ടുകാരുടെ ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്യും. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാകാം ചിലപ്പോൾ കേസെടുക്കുന്നത്. കാരണം അവസരം മുമ്പിലുണ്ടായിട്ട് ആ മനുഷ്യനത് വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് ജാസിൽ സുഹരി എന്ന ആ മതപണ്ഡിതനും അല്ലാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തു നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.